ഏറ്റവും വലിയ ടി വി നമ്മുടെ ചാനൽ ഇതുവരെ റിവ്യൂ ചെയ്ത് വെച്ച ഏറ്റവും വലിയ ടി വിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ ടി വി എന്ന് പറയുമ്പോൾ 65-ഇഞ്ചിന്റെ ടി വിയാണ്. എൻ്റെ വീടിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ടി വിയാണ്. ഇത് വെക്കാൻ ഞാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടി, ഇത് ഷൂട്ട് ചെയ്യാനും ഞാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഈ ഒരു ടി വി ഗംഭീര സാധനമാണ്. ULED മിനി LED ടി വിയാണ്. ഹൈസെൻസിന്റെ ടി വി ആണ്. പിന്നെ ഈ ബ്രാൻഡിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ടി വി ഷിപ്പിംഗിന്റെ കാര്യത്തിൽ അവർ വേൾഡിലെ തന്നെ 2ാം സ്ഥാനക്കാരാണ്. പിന്നെ യൂറോ കപ്പിന്റെയൊക്കെ പാർട്ട്നേഴ്സ് ആണ്. സോ ഒരു ബിഗ് ടീമാണ്. അവരുടെ ടി വി ആണ് വരുന്നത്. ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള ഒരു ടി വി എന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ ഈ ഒരു ടി വി വന്നൊരു നല്ല പാക്കിങ്ങിലായിരുന്നു. അതിനകത്ത് ഈ ഒരു വാൾ മൗണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ വാൾ മൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ, അതായത് ഇതിന്റെ അടിയിൽ കാണുന്ന ഈ 2 സ്റ്റാൻഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ഞാൻ ഈ ടി വി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാളിൽ മൗണ്ട് ചെയ്യാം. ഞാൻ ഈ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നു. പക്ഷേ ആ സ്റ്റാൻഡിന്റെ ഒരു അഭംഗി കളയാൻ ഈ ഒരു സാധനങ്ങൾ വെച്ചു കൊടുത്താൽ നല്ല വൃത്തിയായി നല്ലൊരു സ്റ്റാൻഡേർഡ് ലെവലിൽ ഈ ഒരു ടി വി അങ്ങ് ഇരുന്നോളും. ഇങ്ങനെ വെക്കണം എന്നുള്ളവർക്ക്, അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും വാളിൽ മൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇത് കൂടാതെ ഒരു റിമോട്ടിന്റെ ബാറ്ററി, അതേപോലെ തന്നെ പവർ കേബിൾ, പിന്നെ ഒരു ചെറിയ അഡാപ്റ്റർ കേബിളുകൾ, അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടി വിയുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ടി വിയിലേക്ക് നമുക്ക് വരാം. ആദ്യം തന്നെ ടിവിയുടെ ഡിസ്പ്ലേ ഇൻഫിനിറ്റി വിഷൻ ഡിസ്പ്ലേ എന്നാണ് ഹൈസെൻസ് ഈ ഒരു ഡിസ്പ്ലേനെ വിളിക്കുന്നത്. നല്ല ബോർഡർ ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ കൊടുത്തുകൊണ്ട് നല്ല ഡീസന്റ് വ്യൂയിങ് എക്സ്പീരിയൻസ്. സൈഡിലെ ഫ്രെയിം ഒക്കെ നല്ല ബിൽറ്റ് ക്വാളിറ്റിയാണ്, യാതൊരു ഇഷ്യൂ ഇല്ല. റിയർ പാനലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ബിൽറ്റ് ക്വാളിറ്റി. സോ ബിൽറ്റ് ക്വാളിറ്റിയിലും കാര്യങ്ങളൊന്നും യാതൊരു വിഷയമില്ല. ഇനി ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് കൂടി ഒന്ന് കാണിച്ചു തരാം. റൈറ്റ് സൈഡിലാണ് പവറിന്റെ ഏരിയ വരുന്നത്, AC ഇൻപുട്ട്. പുറകിലായിട്ട് LAN, ഡിജിറ്റൽ ഓഡിയോ ഔട്ട്, USB. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാക്കിയെല്ലാം. USB വരുന്നുണ്ട്, പിന്നെ സർവീസിന്റെ ഒരു പോയിന്റ് വരുന്നുണ്ട്, പിന്നെ 4 HDMI. അതിൽ ആദ്യത്തെ 2 4K 60 Hz ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നത്തെ 2 4K 144 Hz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണം ആർക്കാണ്. പിന്നെ അടുത്തതായിട്ട് ആന്റിന കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അതേപോലെ തന്നെ AV ഇൻ, ഹെഡ്ഫോണിന്റെ ഏരിയ. ഇത്രയും കാര്യങ്ങളാണ് പോർട്സ് ആൻഡ് ബട്ടൺസ് വരുന്നത്. സോ പിന്നെ നമുക്ക് ഈ ടിവിയുടെ ഡിസ്പ്ലേ ക്വാളിറ്റി, അതാണ് ടിവിയുടെ മെയിൻ സംഭവം. ഒന്നാമത് ഇതൊരു മിനി LED ടി വി ആണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ട്രൂ ആയ ഒരു ബ്രൈറ്റ്നസ്, വൈറ്റ് ഏരിയകളും അതേപോലെ തന്നെ നല്ല ഡീപ്പായ ബ്ലാക്ക് ഏരിയകളും നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ് ഈ മിനി LED പ്രത്യേകത. ഒപ്പം തന്നെ ഫുൾ ആരി ലോക്കൽ ഡിമ്മിങ്ങും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഡിമ്മിങ് സോണുകളിലൂടെ ഇതിന്റെ ബാക്ക് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്ത് കോൺട്രാസ്റ്റ് റേഷ്യോ കൂട്ടി കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ നല്ല കോൺട്രാസ്റ്റി ആയ നല്ല വിവിഡായ കളറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ 1300 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഈ ഒരു ടിവിയിൽ വരുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ടോട്ടൽ HDR സൊല്യൂഷനും വരുന്നുണ്ട്. അതായത് ടോട്ടൽ HDR സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ HDR 10, 10+ അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡോൾബി വിഷനും വരുന്നുണ്ട്. ഇതിനുമൊക്കെ പുറമെ AI പിക്ചർ എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ പിക്സൽ ബൈ പിക്സൽ അനലൈസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ക്ലാരിറ്റിയും ആക്യുറസിയും ഒക്കെ എടുത്ത് കാണിക്കുന്ന ഒരു AI സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡോൾബി വിഷൻ IQ എന്ന് പറയുന്ന ഒരു സെറ്റപ്പും ഈ ഒരു ടിവിക്കകത്ത് വരുന്നുണ്ട്. അതായത് നമ്മുടെ സറൗണ്ടിങ്ങിലെ ലൈറ്റും മറ്റു കാര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ ടിവിയുടെ ബ്രൈറ്റ്നസും കളറും ആക്യുറസിയും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഡോൾബി വിഷൻ IQ സെറ്റപ്പും ഈ ഒരു ടിവിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങൾക്കും പുറമെ IMAX സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. സോ അപ്പോൾ അതിൻ്റെതായ ഒരു ബെനിഫിറ്റും കൂടി നിങ്ങൾക്ക് ഈ ടി വിയിൽ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ അത് കൂടാതെ പല മോഡുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫിലിം മേക്കർ മോഡ്, കൃത്യമായ കളർ ആക്യുറസിയും മറ്റൊക്കെ ആയിട്ട് ഫിലിം മേക്കർ മോഡിലൂടെ നിങ്ങൾക്ക് സിനിമ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ സ്പോർട്സ് മോഡോ ഗെയിമിംഗ് മോഡോ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ മോഡുകൾ അടിയിൽ കാണാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് കാണാം. പിന്നെ ഇതിൽ ബിൽറ്റ് ഇൻ സബ് വൂഫർ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി ടിവിയിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് കിട്ടും. ടിവിയിൽ തന്നെ നമുക്ക് ഡോൾബി അറ്റ്മോസ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ വരുന്നുണ്ട്. എന്നാലും എന്തൊക്കെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാലും ഒരു നല്ല സൗണ്ട് ബാർ വാങ്ങിച്ചങ്ങോട്ട് വെക്കുക. അപ്പോൾ നല്ല കിഡിലും സൗണ്ടും കിട്ടും. സബ്ബൊക്കെ ഉള്ളവരെ വാങ്ങിച്ച് വെച്ചോളൂ. ഹൈസെൻസിന്റെ തന്നെ സൗണ്ട് ബാറുകൾ നമുക്ക് അവൈലബിൾ ആണല്ലോ. സോ അപ്പോൾ ഈ ടി വി വാങ്ങിക്കുന്നതിന്റെ കൂടെ അവരുടെ തന്നെ വാങ്ങിച്ച് വെച്ചിട്ട് സിങ്ക് ആയിട്ട് ഭംഗിയായിട്ട് വർക്ക് ചെയ്തോളൂ. പിന്നെ ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ ആ ഗെയിം മോഡ് പോലുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് കൊടുക്കാം. അപ്പോൾ ഗെയിം മോഡിനനുസരിച്ച് ഇതിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. വേരിയബിൾ റീഫ്രഷ് റേറ്റ്, അതായത് VRR. നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിമിന്റെ ഒരു ലെവലിനനുസരിച്ചുകൊണ്ട് ഇതിന്റെ റീഫ്രഷ് റേറ്റ് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യും. അതിലൂടെ പവർ ലാഭിക്കാം. പിന്നെ ഇതിനകത്ത് AMD ഫ്രീസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഗെയിമിങ്ങിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് ടിയർ ഫ്രീ, ഫ്ലിക്കർ ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. പിന്നെ അത് കൂടാതെ ALLM ഓട്ടോ ലോ ലേറ്റൻസി മോഡ് വരുന്നുണ്ട്. അതേപോലെ MEMC, അതായത് കൂടുതൽ ഫ്രെയിമുകൾ ആഡ് ചെയ്തുകൊണ്ട്, ഫേക്ക് ഫ്രെയിമുകളെ ആഡ് ചെയ്തുകൊണ്ട് ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് MEMC ടെക്നോളജിയും വരുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും പുറമെ ഗെയിം ബാർ വരുന്നുണ്ട്. അടിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. FPS ഇവിടെ കാണാൻ സാധിക്കും. HDR 10, VRR ഓൺ ഓഫ് ചെയ്യാം, FPS വ്യൂവിങ്, ബ്രൈറ്റ്നസ്, ഡാർക്ക് ഡീറ്റെയിൽസ്, അങ്ങനെ ഒരു ഗെയിം ബാർ തന്നെ വരുന്നുണ്ട്. ഗെയിമുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇതിൽ വരുന്നത് ഹൈ വ്യൂ എഞ്ചിൻ പ്രോ ആണ്. അതായത് പെർഫോമൻസിന് യാതൊരു പ്രശ്നവുമില്ല. വിഡ UI ആണ് വരുന്നത്. ലാഗ് ഫ്രീ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത് കാണാം. യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ അത് കൂടാതെ തന്നെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം.
നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ഹോട്ട്സ്റ്റാർ, ആപ്പിൾ TV, യൂട്യൂബ്, ജിയോ സിനിമ, അങ്ങനെ എല്ലാതരം ആപ്ലിക്കേഷനും. പിന്നെ ഇതിനകത്ത് ആപ്പിൾ എയർ പ്ലേ വരുന്നുണ്ട്, ആപ്പിൾ ഹോമിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്, അലക്സ വോയിസ് അസിസ്റ്റന്റ് സംവിധാനം വരുന്നുണ്ട്, വിഡ വോയിസ്, ഇവരുടെ തന്നെ വോയിസ് അസിസ്റ്റന്റ് സംവിധാനം വരും. അങ്ങനെ വോയിസിലൂടെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വൈഫൈ 6E പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ കണക്ടിവിറ്റിയുടെ ഭാഗത്ത് വേറെ യാതൊരു ഇഷ്യൂ ഇല്ല, നമുക്ക് ഈസി ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ മൊത്തത്തിൽ ഈ ഒരു ടിവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാതരം കാര്യങ്ങളും അടിപൊളിയായിട്ട് ഈ ഒരു ടിവിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. 55 ഇഞ്ചിന്റെ U7 എന്ന് പറയുന്ന ഈ ഒരു ടിവിക്ക് വരുന്നത് 79,999 രൂപയാണ്. ഈ പറഞ്ഞ ക്വാളിറ്റിയും ഫീച്ചേഴ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതൊരു ഡീസന്റ് പ്രൈസിംഗ് ആണെന്ന് വിചാരിക്കുന്നു. ഇതിന് മറ്റൊരു മോഡൽ ഉണ്ട്, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന മോഡൽ 65 ഇഞ്ചിന്റെ ഈ മോഡൽ, ഇതിന് വന്നിട്ട് 1,14,999 രൂപയാണ്. പിന്നെ ഇതിന് ലിമിറ്റഡ് ടൈം ഓഫർ ആയിട്ട് 1-2 കാര്യങ്ങൾ വരുന്നുണ്ട്. ജിയോ സിനിമ, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, അതിന്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ 1 ഇയറിലേക്ക് കിട്ടും. അത് കൂടാതെ 3 വർഷത്തെ വാറണ്ടിയാണ് ഈ ടിവിക്ക് വരുന്നത്. പിന്നെ ഇത് വാങ്ങിക്കാനുള്ള പർച്ചേസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഷെയർ ചെയ്യുക. സോ മൊത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ടി വി എന്ന് പറയുമ്പോൾ അടിപൊളി, എന്നെ സംബന്ധിച്ച് ഗംഭീര സാധനമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽ ക്വാളിറ്റി സെറ്റ് സംഭവമായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യുക. ഈ ഫീച്ചേഴ്സും പ്രൈസും ഒക്കെ കേട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക. എല്ലാവരും കമന്റ് കൂടി നോക്കിക്കോളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.